ഈശ്വരന് ഇത്ര കൊട്ടിഘോഷിച്ച് CPM-ലൊക്കെ പോയിട്ട് സംസ്ഥാന സമ്മേളനത്തിന് ചായ കൊടുക്കാനാണോ ചേർന്നതെന്നൊക്കെ രീതിയിലുള്ള ട്രോളൊക്കെ വന്നിരുന്നു. ചായ കൊടുക്കുന്നത് മോശം കാര്യമൊന്നുമല്ല, പക്ഷെ അത് ട്രോളായത് വന്നു. അല്ല, ട്രോളാണല്ലോ. കാരണം ഇന്നലെ 100 പേര് പാർലമെന്റിൽ ഉണ്ടായിട്ട് അവിടെ പോകുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം ആത്മവിമർശനത്തോടു കൂടി കോൺഗ്രസ്സുകാർ തന്നെ സ്വയം ചോദിക്കുന്ന കാലഘട്ടമാണ്. ഒരു വഖഫ് ബില്ല് പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ ഗൗരവത്തോടെ സമീപിക്കാൻ കേരളത്തിൽ നിന്ന് 14 MP-മാർ അവിടേക്ക് പോയിട്ടുണ്ട്. അവർ കാണിച്ച സമീപനത്തിലെ ഒരു ലാഘവം എത്രത്തോളമായിരുന്നു എന്നുള്ളതൊക്കെ വരും കാലം വിലയിരുത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചായ കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രതിനിധിയായിട്ട് പങ്കെടുക്കാൻ സാധിക്കാതിരിക്കുകയോ ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സുകാർ വിഷമിച്ചിട്ട് കാര്യമില്ല. പകരം ആ പാർട്ടി കേരളത്തിൽ ഒരു പാർട്ടിയായി അവശേഷിക്കുന്നുണ്ടോ, അതോ മുന്നണിയുടെ ഭാഗമായി മുന്നണി സംവിധാനത്തിൽ മറ്റ് പാർട്ടികൾ നൽകുന്ന വോട്ടിൻ്റെ ബലത്തിൽ മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടിയായി കേരളത്തിൽ തുടരുകയാണോ എന്നൊരു ആത്മവിമർശനം നടത്തുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ അണികൾക്ക് അതിനൊരു കെട്ടുറപ്പോടുകൂടി നിലനിർത്തണം എന്നുള്ള ഒരു ഒരു ബോധം പോലും പകർന്നു നൽകാൻ സാധിക്കാത്ത സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യത്തിൽ എൻ്റെ പാർട്ടി ഒരു തീരുമാനം എടുത്തോളും. അവനവൻ്റെ പാർട്ടിയുടെ കാര്യത്തിലുള്ള തീരുമാനങ്ങളിൽ കോൺഗ്രസ്സുകാർ തുടരുന്നതായിരിക്കും നല്ലത്.